അങ്ങനെ 3 ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം തായ്ലൻഡിലെ നമ്മുടെ വെക്കേഷന്റെ അവസാന ദിവസം തുടങ്ങിയത് ഒരു ഇടിവെട്ട് മഴ കണ്ടുകൊണ്ടായിരുന്നേ. ഒരു ഗ്ലൂമി ഡേ ആയിരുന്നാലും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ 3 ദിവസത്തെ അലച്ചിലിന് ശേഷം ഇന്നെന്തായാലും ഒരു സ്ലോ ഡേ ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. സോ ആദ്യത്തെ പരിപാടി മഴയും കാറ്റും ഒക്കെ കൊണ്ട് നല്ല ഒരു നൈസ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കുക എന്നതായിരുന്നു. ഇന്ന് വൈകിട്ട് ഒരു 7 മണിയെങ്കിലും ആവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് ഇറങ്ങണേ. സോ ചെറിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയി ഈ ഏരിയയിലൊക്കെ തന്നെ അങ്ങ് കൂടിയേക്കാന്ന് വെച്ച് ഒരു സെൽഫ് കെയർ പരിപാടി ആയേക്കാന്നും വെച്ച് നേരെ കയറി ചെന്നത് ഒരു ഫേഷ്യലും ക്ലീനപ്പും ചെയ്യാനായിരുന്നേ. ബീച്ചിന്റെ തൊട്ടപ്പുറയുള്ള നല്ല ഗൂഗിൾ റിവ്യൂ ഒക്കെ ഉള്ള ഈ സ്പോട്ടിലേക്ക് കയറി ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം കൂട്ടത്തില് ഏറ്റവും നല്ല ഒരു പാക്കേജ് അങ്ങ് ചൂസ് ചെയ്ത് ഗോൾഡ് ഫേഷ്യൽ വിത്ത് ക്ലീനപ്പ് ഫോർ 1300 തായ് ബാട്ട്. നമ്മുടെ നാട്ടിലെ ഏകദേശം 3500 ഇന്ത്യൻ രൂപ വരുവേ. ഓസ്ട്രേലിയയിൽ ഈ ഒരു എമൗണ്ടിന് ഫേഷ്യൽ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുമല്ലോ കേട്ടോ. നമ്മുടെ കാലൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് നേരെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോയി. ഗൂഗിൾ റിവ്യൂ പറയുന്ന പോലെ തന്നെ ഇത് നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഹൈഫൈ ഫെസിലിറ്റീസും കൂൾ ആൻഡ് കാം ആംബിയൻസും ബീച്ചിന്റെ വ്യൂ ഒക്കെയായി ഒരു അടിപൊളി സ്പോട്ടായിരുന്നേ. സ്റ്റീമും ഐസും ബ്ലാക്ക് ഹെഡ് റിമൂവലും ക്ലീനപ്പും ഒക്കെ 1 മണിക്കൂറോളം നീണ്ട പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഇവിടെ നടന്നത്. അപ്പോൾ എൻ്റെ ഫേഷ്യൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. മുഖത്ത് എന്തോ ഒരു ഗോൾഡൻ ഫേഷ്യലും പിന്നെ ക്ലീനപ്പും എന്തൊക്കെയോ ചെയ്തു. കുറേ ഐസൊക്കെ വെച്ച് ഉരയ്ക്കുകയും ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് മാനിക്യൂർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ജിറ്റോ ചേട്ടനോട് ഓൾറെഡി എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. ജിറ്റോ ചേട്ടാ ഇതന്നെ ഇത് എൻ്റെ പൊന്നെ അടിപൊളിയായല്ലോ കൈ. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഫേഷ്യൽ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയൊരു വേന ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പറിച്ചെടുത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ഞാനും പോയി ചെയ്യട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 8 വർഷം മുന്നേ ആണ് ഇതിന് മുന്നേ ഫേഷ്യലും പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ക്ലോസ് ഫ്രണ്ട് സച്ചിൻ. പുള്ളി എപ്പോഴും പറയും നമ്മൾ മെൻസിനാണെങ്കിലും നമുക്ക് സ്കിൻ കെയറും മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ കൂടെയുള്ള കസിൻസിനും എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ച്